കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയോട് 50 ഗ്രാം വിഷം കുടിച്ചു കാണിക്കാൻ വെല്ലുവിളിച്ച് ഗുജറാത്ത് പട്ടികവർഗ വികസന മന്ത്രി ഗണപത് വാസവ. സംസ്ഥാനത്തെ കോൺഗ്രസുകാർ രാഹുലിനെ ശിവനെന്ന് ഉപമിക്കുന്നതിനെ ചോദ്യം ചെയ്തായിരുന്നു മന്ത്രിയുടെ ഇത്തരത്തിലുള്ള പരാമർശം. കോൺഗ്രസുകാർ രാഹുൽ ശിവന്റെ അവതാരമാണെന്ന് പറയുന്നു. ഭഗവാൻ ശിവൻ പ്രജകളുടെ രക്ഷകയായി കാളകൂട വിഷം കുടിച്ചിട്ടുണ്ട് എങ്കിൽ അതുപോലെ രാഹുലിന് 500 ഗ്രാം വിഷം കുടിച്ച് കാണിക്കുകയാണെങ്കിൽ രാഹുൽ ശിവന്റെ അവതാരമാണെന്ന് വിശ്വസിക്കാമെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. രൂക്ഷമായ ഭാഷയിലാണ് പ്രസ്താവനയെ പ്രതിപക്ഷം വിമർശിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ വെല്ലുവിളിയിലൂടെ BJP അവരുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമോ എന്ന ഭയമാണ് ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിൽ എന്നായിരുന്നു കോൺഗ്രസ് ഇതിനോട് പ്രതികരിച്ചത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക നാടക ദിനാശംസകൾ നേർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തി. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ട്വിറ്ററിലൂടെ രാഹുലിന്റെ പ്രതികരണം. മണിക്കൂറുകൾക്ക് മുമ്പാണ് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഇന്ത്യ വൻ ബഹിരാകാശ നേട്ടം കൈവരിച്ചു എന്നാണ് അദ്ദേഹം രാജ്യത്തോട് പറഞ്ഞത്. മിഷൻ ശക്തി എന്നാണ് ദൗത്യത്തിന് പേരിട്ടതെന്നും ഇതിന്റെ ഭാഗമായി ഭ്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തെ നശിപ്പിക്കാൻ കഴിയുന്ന ഉപഗ്രഹവേദ മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചുവെന്നാണ് മോദി രാജ്യത്തെ അറിയിച്ചത്. DROD തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലാണ് പരീക്ഷിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് രാഹുലിന്റെ ട്വീറ്റ്. അഭിനന്ദനങ്ങൾ DRDO, നിങ്ങളുടെ ജോലിയിൽ അഭിമാനിക്കുന്നു. പ്രധാനമന്ത്രിക്ക് ലോക നാടക ദിനാശംസകൾ നേരാനും ആഗ്രഹിക്കുന്നു. ഇങ്ങനെയായിരുന്നു രാഹുലിന്റെ ട്വീറ്റ്. ഉപഗ്രഹങ്ങളെ ലക്ഷ്യമാക്കി മിസൈൽ തൊടുത്താനുള്ള സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യൻ ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2007 ജനുവരി 11 ചൈന നടത്തിയ ഉപഗ്രഹ വേദ മിസൈൽ പരീക്ഷണം വിജയമായതോടെയാണ് ഇന്ത്യയും ഈ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പിന് വേഗത കൂട്ടിയത്. 2012 തന്നെ പദ്ധതി വിജയിക്കാൻ ആവശ്യമായ സാങ്കേതിക മികവ് ഇന്ത്യ നേടിയിരുന്നെങ്കിലും മുന്നോട്ടു പോകാൻ അനുമതി ലഭിച്ചിരുന്നില്ല. UPA സർക്കാരിന്റെ കാലത്ത് പരീക്ഷണങ്ങൾക്ക് അനുമതി നൽകിയില്ലെന്ന കാര്യം 2012 DRDO മേധാവിയായിരുന്ന VK സാരസ്വത് വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ കോൾഡ് സ്റ്റേജിലായിരുന്ന പദ്ധതി മോദി സർക്കാരിന്റെ കാലത്താണ് പുനരാരംഭിച്ചത്. ബാലിസ്റ്റിക് മിസൈൽ വേദ മിസൈൽ പരീക്ഷണ കാലത്താണ് ഉപഗ്രഹ വേദ മിസൈലും സാധ്യമാക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ വ്യക്തമാക്കിയത്. ഇത് വെറും കടലാസ് പുലിയെന്നായിരുന്നു അന്ന് വിദേശ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. എന്നാൽ ഇതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ വിജയം കൈവരിക്കുകയായിരുന്നു. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലാണ് ഉപഗ്രഹത്തെ കൃത്യമായി തകർത്തത്. 2 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള സാറ്റലൈറ്റുകളെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനുള്ള ശേഷി ISRO ആർജിച്ചതോടെ DRDOയ്ക്ക് മിഷൻ ശക്തിയുമായി മുന്നോട്ടു പോകാൻ സാങ്കേതിക പിന്തുണയും ലഭിച്ചു. ബാലിസ്റ്റിക് മിസൈലിനെ തകർക്കുന്നതിലും എളുപ്പമാണ് ഉപഗ്രഹങ്ങളെ തകർക്കലെന്ന് VK സാരസ്വത് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 600 കിലോമീറ്റർ ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാറുള്ള ഇന്ത്യ അതിന്റെ ദൂരപരിധി 1400 കിലോമീറ്റർ ആക്കിയാൽ വളരെ എളുപ്പം സാറ്റലൈറ്റുകളെ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു. അതേസമയം വസുദൈവ കുടുംബം എന്ന ചിന്ത മുന്നോട്ട് വയ്ക്കുന്ന സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഭാരതം. ഗവേഷണപരമായ ആവശ്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നതെന്നും ഇന്ത്യ വൻ ശക്തിയായാൽ അത് സമാധാനം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. സാറ്റലൈറ്റുകളും കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങളും തകർക്കാൻ കഴിവുള്ള രാജ്യമാണ് ഭാരതമെന്ന പ്രഖ്യാപനം ലോകശക്തികൾ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ആകാശ യുദ്ധത്തിന് ആരെങ്കിലും തയ്യാറായാൽ പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനം തന്നെയാണതെന്ന് അവർക്കറിയാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.